അടുത്തതായിട്ട് നമ്മൾ ഫസ്റ്റ് വൺ പഠിച്ചു. ഇനി സെക്കൻഡ് ആയിട്ടുള്ള പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ്റെ സെക്കൻഡ് വൺ ആണ് നെയിം, ഏജ്, സെക്സ് ആൻഡ് അഡ്രസ് ഓഫ് ദ പേഷ്യൻറ്റ്. Name, age, sex and address of the patient must be written in the prescription because it serves to identify the prescription. Name, age, sex and address of the patient must be written in the prescription because it serves to identify the prescription. നമുക്ക് പ്രിസ്ക്രിപ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നെയിമും ഏജും സെക്സും അഡ്രസ് ഓഫ് ദ പേഷ്യൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാർമസിയിൽ നിൽക്കുമ്പോൾ ഒത്തിരി പേഷ്യൻസ് വന്ന് നിൽക്കുമല്ലോ. നമ്മൾ നോർമലി ആരും ഫാർമസിയിൽ പോകാത്തതായിട്ടില്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഒത്തിരി പേര് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ആരുടെ മെഡിസിനാണ്, ഏത് ഡോക്ടേഴ്സിൻ്റെ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്തായാലും നെയിമും ഏജും സെക്സും അഡ്രസ്സൊക്കെ ആവശ്യമായിരിക്കും. കാരണം നമ്മൾ നിൽക്കുമ്പോൾ ചില സമയത്ത് ഒരേ പേരുള്ള പേഷ്യൻസൊക്കെ വരും. അപ്പോൾ നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ കറക്റ്റ് നെയിമും ഏജും സെക്സും അഡ്രസ്സും അറിയണം. നമ്മൾ ഇങ്ങനെ ഒരേ പേരുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവരുടെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും. പിന്നെ ഏജ് വെച്ച് നമ്മൾ നോക്കാറുണ്ട്. അപ്പം ഏജും സെക്സും അഡ്രസ്സും നമുക്കൊരാൾ പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് ഇഫ് എനി ഓഫ് ദോസ് ഇൻഫർമേഷൻ ഈസ് മിസ്സിംഗ് ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ ദ സെയിം മേ ബി ഇൻക്ലൂഡഡ് ബൈ ദ ഫാർമസിസ്റ്റ് ആഫ്റ്റർ പ്രോപ്പർ എൻക്വയറി ഫ്രം ദ പേഷ്യൻറ്റ്. ഈ ചില കേസിൽ ഇത് നമ്മളെ ഫുൾ ഫില്ല് ചെയ്യലായിരിക്കും അതിനകത്തെ. അപ്പോൾ ആർക്കാണെങ്കിലും മിസ്റ്റേക്ക് പറ്റുമല്ലോ. അപ്പോൾ അതിനകത്ത് എങ്ങാനും ഏതെങ്കിലും ഒരു സെക്സോ നെയിമോ ഏജോ എന്തെങ്കിലും മിസ്സിങ് ആണെങ്കിൽ അത് നമുക്ക് ഫാർമസിസ്റ്റിന് അത് പേഷ്യൻറ്റിനോട് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഫില്ല് ചെയ്യാൻ പറ്റും. ഫില്ല് ചെയ്യാനുള്ള ഒരു പവർ ഫാർമസിസ്റ്റിനുണ്ടെന്നാണ് പറയുന്നത്. Age and sex of the patient, especially in case of children, help the pharmacist to check the prescribed dose of medication. In some cases, the weight of the patient may be also required in order to calculate the appropriate dose. ഈ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഏജും സെക്സും അതേപോലെ തന്നെ ഈ വെയ്റ്റ് ഓഫ് ദ ചൈൽഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമുക്ക് എത്ര ഡോസ് കുട്ടികൾക്ക് കൊടുക്കാം എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ അവരുടെ വെയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ.